കമ്പനി ടൂറിനിടെ ബോസ് മരിച്ചു. ടൂർ മുടങ്ങാതിരിക്കാൻ അയാളെ ജീവനോടെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. അതിനായി 2 ജീവനക്കാർ ബോസിന്റെ കാലുകൾ സ്വന്തം കാലുകളുമായി ബന്ധിപ്പിച്ച് നടത്തിച്ചു. ഇത് കണ്ട കൊലയാളി തന്റെ പണി പാളിയോ എന്ന പരിഭ്രമത്തിൽ ബോസിനെ വീണ്ടും കൊല്ലാൻ തീരുമാനിച്ചു. ഇതിനിടെ ബോസിന്റെ യാട്ടുമായി കടലിൽ പോയ ഇവരുടെ ഡ്രൈവിംഗ് മോശമായതിനാൽ ബോസ് വെള്ളത്തിൽ വീണ് സർഫിംഗ് ചെയ്യുന്നതുപോലെ പിന്നാലെ വലിക്കപ്പെട്ടു. ആളുകൾ കൈവീശുന്നത് കണ്ട് സന്തോഷിച്ച ഇവർ വൈകിയാണ് അപകടം തിരിച്ചറിഞ്ഞത്. ബോസിനെ തിരികെ കയറ്റിയെങ്കിലും ഇന്ധനം തീർന്നതോടെ അവർക്ക് മടങ്ങേണ്ടി വന്നു. ശരീരം ചീഞ്ഞഴുകുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ വെയിലത്തുണക്കാൻ വെച്ച ബോസ് ബാൽക്കണിയിൽ നിന്ന് കൊലയാളിയുടെ മേൽ വീണു. ദേഷ്യം വന്ന കൊലയാളി വീണ്ടും വെടിവെച്ച് കടന്നുകളഞ്ഞു. പിന്നീട് മണലിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ ബോസിനെ ഇവർ വൃത്തിയാക്കി വിഗും ഡ്രിങ്കും നൽകി പാർട്ടിക്കിടയിരുത്തി. ആർക്കും സംശയം തോന്നിയില്ലെങ്കിലും അദ്ദേഹം വീണ്ടും ബാൽക്കണിയിൽ നിന്ന് താഴെ വീണു. സുഹൃത്തുക്കൾ പാർട്ടി ആസ്വദിക്കുന്നതിനിടെ തിരമാലയിൽ ഒഴുകി നടന്ന ബോസിനെ കണ്ട് അവിടെ വന്ന പ്രണയിതാക്കൾ പേടിച്ചോടി. ഒടുവിൽ ബോസിനെ അകത്തെത്തിച്ചെങ്കിലും അവിടെ എത്തിയ കാമുകിയോട് ബോസ് കുടിച്ച് ബോധം പോയതാണെന്ന് ഇവർ കള്ളം പറഞ്ഞു. പിറ്റേ ദിവസം കൊലയാളി നോക്കുമ്പോൾ ബോസ് പിന്നെയും ജീവനോടെ നിൽക്കുന്നു.